SIR അപേക്ഷയിൽ വലിയൊരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. ഈ വീഡിയോ പരമാവധി മറ്റുള്ള ആളുകളിലേക്കും കൂടി എത്തിക്കുക. SIRന്റെ അപേക്ഷ സബ്മിറ്റ് ചെയ്ത് നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുള്ള ഈ SIR എന്യൂമറേഷൻ ഫോമിൽ ഓൺലൈനായിട്ട് ചെയ്തവരും ഓഫ്ലൈനായിട്ട് ചെയ്തവരാണെങ്കിലും അതിലുള്ള സൂക്ഷ്മ പരിശോധനയിൽ എന്തെങ്കിലും പിഴവുകൾ ഉണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള രേഖ നമ്മൾ സമർപ്പിക്കേണ്ടതുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങളുടെ പഴയ 2002 പേര് ഡീറ്റെയിൽസ്, അതായത് 2002 വോട്ടറുടെ ഡീറ്റെയിൽസ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവും നിങ്ങളുടെ SIR ഫോമിൽ. അപ്പോൾ അതിൽ എന്തെങ്കിലും തെറ്റുകളോ അല്ലെങ്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. ഇപ്പം നിങ്ങളുടെ തന്നെ 2002 പേരും ഡീറ്റെയിൽസും നിങ്ങൾ കൊടുത്തു. SIR എന്യൂമറേഷൻ ഫോമിൻ്റെ ഏറ്റവും ടോപ്പിൽ നിങ്ങൾ നിലവിലുള്ള കൃത്യമായിട്ടുള്ള രീതിയിലും കൊടുക്കും. അത് രണ്ടും തമ്മിൽ ചെറിയൊരു മിസ്മാച്ചോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഒരു കാരണം കാണിക്കൽ നോട്ടീസ് നിങ്ങൾക്ക് വരും. ഒന്നുകിൽ BLO വഴിയായിരിക്കും, ഏതെങ്കിലും വഴിയിൽ നിങ്ങൾക്ക് അത് ലഭിക്കും. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഒരു രേഖ നിങ്ങൾ തിരിച്ച് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഈ രേഖ എങ്ങനെ സബ്മിറ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ വഴിയും ഈ ഒരു രേഖ സബ്മിറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് voters.eci.gov.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇടതുഭാഗത്ത് മുകൾ സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാം സബ്മിറ്റ് ഡോക്യുമെൻറ്റ് അഗെയിൻസ്റ്റ് ഇഷ്യൂഡ് നോട്ടീസ് എന്ന് കാണാം. അതായത് നമുക്ക് നൽകിയിട്ടുള്ള നോട്ടീസിന് പകരമായിട്ട് നമ്മൾ ഒരു ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്യണം. അത് സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു ലിങ്ക്, ഒരു ബട്ടൺ നമുക്കവിടെ കാണാം. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഓൺലൈൻ വഴി ഈ ഒരു നോട്ടീസ്, ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ പേരിലുള്ള മിസ്മാച്ച് ആണെന്നുണ്ടെങ്കിൽ അതിന് കറക്റ്റായിട്ടുള്ള ഏതാണോ അതിനുള്ളൊരു പ്രൂഫ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതെന്താ അപ്ലോഡ് ചെയ്യേണ്ടി വരിക എന്നുള്ളതൊക്കെ അതിൽ നിങ്ങൾക്ക് നോട്ടീസിൽ പറയും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ നോട്ടീസ് ഉണ്ടോ എന്നും ഇതേ ഓപ്ഷനിൽ കൂടി തന്നെ അറിയാൻ പറ്റും. ഇനി നോട്ടീസ് വന്നിട്ടുണ്ടെങ്കിൽ ആ നോട്ടീസിന് വേണ്ട ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യേണ്ടതും ഇതേ ഒരു ഓപ്ഷനിൽ കൂടെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിങ്ങനെ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എപ്പിക് നമ്പറോ അല്ലെങ്കിൽ മൊബൈൽ നമ്പറോ അടിക്കാൻ പറയും. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്ന വെബ്സൈറ്റ് voters.eci.gov.in എന്ന വെബ്സൈറ്റാണ്. ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കാം. മൊബൈലിലാണെങ്കിൽ, കമ്പ്യൂട്ടറിലാണെങ്കിൽ നമ്മൾ സ്ക്രോൾ ചെയ്യൊന്നും വേണ്ട. നമുക്കിവിടെ ഇടതുഭാഗത്ത് കാണാൻ പറ്റും സബ്മിറ്റ് ഡോക്യുമെൻറ്റ് അഗെയിൻസ്റ്റ് നോട്ടീസ് ഇഷ്യൂഡ് എന്ന്. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ എപ്പിക് നമ്പർ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ഇത് ഏതെങ്കിലും ഒന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറയും. അപ്പോൾ അത് നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ തന്നെ എപ്പിക് നമ്പർ ഒന്ന് ഇവിടെ കൊടുക്കുകയാണ്. ശേഷം ക്യാപ്ച കോഡും കൂടി അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം റിക്വസ്റ്റ് OTP കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് ഒരു OTP വരും. ആ OTPയും ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വെരിഫൈ ആൻഡ് ലോഗിൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ നമുക്കിവിടെ കാണാം സബ്മിറ്റ് ഡോക്യുമെൻറ്റ് അഗെയിൻസ്റ്റ് നോട്ടീസിന്. അപ്പോൾ വീണ്ടും നമുക്ക് നമ്മുടെ എപ്പിക് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇനിയൊരു OTPയും കൂടി വരും. ആ OTPയും കൂടി കൊടുത്ത് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് നോട്ടീസ് ഉണ്ടെങ്കിൽ ആ നോട്ടീസ് ഇവിടെ കാണാം. എന്നിട്ട് വീണ്ടും നമുക്ക് നോട്ടീസുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നോ നോട്ടീസ് ഇഷ്യൂഡ് എന്ന് കാണിക്കാം. ഇനി നോട്ടീസ് ഉണ്ടെങ്കിൽ ആ നോട്ടീസ് അപ്ലോഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷനും കൂടെ ഇവിടെ വരും. ഇതിപ്പോൾ ഒരു ടെക്നിക്കൽ എറർ ആയതുകൊണ്ട് OTP വരുന്നില്ല.